ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണമെന്ന് എന്നോടൊപ്പം പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. രഹസ്യത്തിലും പരസ്യത്തിലും, സന്തോഷത്തിലും ദുഃഖത്തിലും, ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും, രോഗത്തിലും ആരോഗ്യത്തിലും, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവുക. അതുകൊണ്ട് അവസാന നിമിഷം വരെ തഖ്വ ചെയ്ത് ജീവിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അയ്യുഹൽ മുഫ്ലിതൂന ഫീ ശഹരി റമളാനിൽ ഖായിം ഹൽ അൻതും അലാ യഖീനിൻ മിനൽ ഐശി ഇലാ റമളാനിൻ ഖാദിം. ഈ റമളാനിനെ അനാദരിച്ചുകൊണ്ട്, ഈ റമളാനിനെ ആദരിക്കേണ്ട രൂപത്തിൽ ആദരിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ, ഹൽ അൻതും അലാ യഖീനിൻ മിൻ ഐശി ഇലാ റമളാനിൻ ഖാദിം, അടുത്ത റമളാനിൽ നിങ്ങൾ ജീവിക്കുമെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുമുണ്ടോ? ഫഖൂമു ബിഹഖി ശഹരിക്കും വത്തഖുല്ലാഹ ഫീ സിർരിക്കും വജഹരിക്കും. അതുകൊണ്ട് ഈ റമളാനിനോടുള്ള കടമകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്ന അയ്യാമ റമളാൻ യജിബു അൻ തുഅല്ലമ വതുസാൻ വതുകരിമ വലാ തുഹാൻ. റമളാൻ എന്ന് പറഞ്ഞാൽ അത് ആദരിക്കാനുള്ളതാണ്. അമാൽ സാലിഹാത്ത് കൊണ്ട്, നന്മയിൽ മത്സരിച്ചുകൊണ്ട് അതിനെ ആദരിക്കേണ്ടതാണ്. വലാ തുഹാൻ, അതിനെ അനാദരിക്കരുത്, അതിനെ നിന്ദിക്കരുത്. ഫഹൽ ഹബസ്തും വർലക്കും ഫീഹാ അൻ ഫുളൂലിൽ കലാമി വന്നദർ. ആലോചിച്ചു നോക്കുക, ഈ റമളാനിലും സീരിയലിന്റെ മുമ്പിലും അതുപോലെ തന്നെ മറ്റ് അനാവശ്യങ്ങളുടെയും വിനോദങ്ങളുടെയും മുമ്പിൽ കഴിച്ചു കൂട്ടുന്ന മനുഷ്യരെ, വകഫഫ്തും ജവാരിഹിക്കും അനിൽ ലഹ്വി വസ്തഅതും മിനസ്സാദി മാ യസ്ലഹു ലിസ്സഫർ തവീൽ. ദീർഘമായ യാത്രയ്ക്ക് വേണ്ടിയുള്ള പാഥേയം സ്വീകരിക്കേണ്ട ഈ ദിവസങ്ങളിൽ നിങ്ങൾ അതിനെ നഷ്ടപ്പെടുത്തുകയാണോ? നിങ്ങളുടെ അവയവങ്ങളെയും കണ്ണിനെയും വിനോദങ്ങളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിച്ചോ? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഈദൽ മിംബറ, മിമ്പറിന്റെ മുകളിൽ കയറുന്ന സമയം, ഫഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ ആമീൻ 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 3 പ്രാവശ്യം പറഞ്ഞു. സഹാബത്ത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എന്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്? ഫഖാല സഹാബത്തു യാ റസൂലല്ലാഹ് ഇന്നക സഅതൽ മിംബറ ഫഖുൽത ആമീൻ ആമീൻ ആമീൻ. പ്രവാചകനെ, താങ്കൾ മിമ്പറിൽ കയറുമ്പോൾ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞല്ലോ. ഫഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം, മലായികത്തുകളുടെ നേതാവായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുത്ത് വന്നു. അതാനി ഫഖാല മൻ അദ്റക ശഹറ റമളാൻ, മൻ അദ്റക ശഹറ റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫദഖല النار فأبعده الله قل آمين قلت آمين. എന്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ അദ്റക ശഹറ റമളാൻ. എൻ്റെ അടുത്ത് ജിബ്രീൽ വന്നു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മൻ അദ്റക ശഹറ റമളാൻ, ആർക്കെങ്കിലും റമളാനിന് ജീവിക്കാൻ ഭാഗ്യം കിട്ടി, അതിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം കിട്ടി, ഫലം യുഗ്ഫർ ലഹു, ആ റമളാൻ കൊണ്ട് അവന്റെ പാപങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് പൊറുപ്പിക്കാൻ അവന് സാധിച്ചില്ല, ഫദഖല النار, അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ, ഫഅബദഹുല്ലാഹു, അല്ലാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് അവനെ അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. എന്നിട്ട് കുൽ, എന്നോട് പറഞ്ഞു, ആമീൻ എന്ന് പറയാൻ പറഞ്ഞു. ഖുൽതു ആമീൻ, ഞാൻ ആമീൻ എന്ന് പറഞ്ഞു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് പ്രാർത്ഥിച്ചത്? ആരാണ് ആമീൻ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ റമളാനിൽ നന്മ ചെയ്യാത്തവൻ, റമളാനിൽ തൗബ ചെയ്യാത്തവൻ, റമളാനിൽ അല്ലാഹുവിലേക്ക് മടങ്ങാത്തവൻ പിന്നീട് ഒരിക്കലും മടങ്ങാൻ സാധ്യത കുറവാണെന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം അതാണ്. കാന ഖതാദ റഹിമഹുല്ലാ യഖൂൽ, ഖതാദ റഹിമഹുല്ലാ പറയാറുണ്ടായിരുന്നു, മൻ ലം യുഗ്ഫർ ലഹു ഫീ റമളാന ഫലൻ യഗ്ഫിറ അല്ലാഹു ലഹു. റമളാനിൽ ഒരാൾക്ക് അല്ലാഹുവിന്റെ പാപമോചനം കിട്ടിയിട്ടില്ലെങ്കിൽ ഫലം യഗ്ഫിർ അല്ലാഹു ലഹു, അവൻ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് വേണം അത് മനസ്സിലാക്കാനെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കാൻ കാരണം. ഫജ്തഹദു യാ റആകുമുല്ലാഹ്,
ഹാദാ അവാനു തൗബ വൽ ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് സഹോദരന്മാരെ, അധ്വാനിക്കുക. എല്ലാവർക്കും ഓരോ സൗകര്യങ്ങളില്ലെങ്കിലും ഓരോരുത്തരുടെ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറിന്റെയും തൗബയുടെയും ദിവസമായ സമയമായിട്ടുള്ള ഈ സമയങ്ങൾ, ഈ ദിവസങ്ങൾ അതിനു വേണ്ടി അധ്വാനിക്കുക. അള്ളാഹുവിന്റെ മുമ്പിൽ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുക. മതാ യതൂബു മൻ ലം യതുബ് ഫീ റമളാൻ. റമളാനിൽ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴാണ് നീ തൗബ ചെയ്യാൻ പോകുന്നത്? റമളാനിൽ അള്ളാഹുലേക്ക് മടങ്ങിയിട്ടില്ലെങ്കിൽ എപ്പോഴാണ് നീ അള്ളാഹുലേക്ക് മടങ്ങാൻ പോകുന്നത്? ഇന്ന റമളാന ഫുർസത്തുൻ ലിൽ മുദ്നിബീൻ. പാപികൾക്ക് അള്ളാഹുവിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് റമളാൻ. ഫശയാതീനു മുസഫദ വശഹവാതുൻ നഫ്സി മുഖയ്യദ. എന്തൊരു സാഹചര്യമാണ്! പിശാചുക്കളെ അള്ളാഹു ബന്ധിതനാക്കിയിരിക്കുന്നു, ബന്ധസ്ഥരാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദേഹേച്ഛകൾ, ആ ദേഹേച്ഛകളെല്ലാം ഒതുങ്ങിയിരിക്കുന്നു. വന്നഫ്ഹാതി മംനൂഹ വഅബ്വാബൽ ജന്നതി മഫ്തൂഹ. അബ്വാബുൽ ജന്നതി മഫ്തൂഹ. സ്വർഗത്തിന്റെ വാതിലുകൾ അത് തുറക്കപ്പെട്ടിരിക്കുന്നു. അത് അടഞ്ഞു പോകുന്നതിന് മുമ്പ് അതിലേക്ക് പ്രവേശിക്കണം. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരുങ്ങണം, ആ പ്രവർത്തനങ്ങളിൽ മുഴുകണം. അതുകൊണ്ട് വനഫാതു മഹ്നൂഹ, അല്ലാഹുവിന്റെ അനുഗ്രഹ വർഷം അത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ മറ്റു അനാവശ്യ സംസാരങ്ങളിൽ മുഴുകി, അല്ലെങ്കിൽ ഹലാലായ കാര്യങ്ങൾ തന്നെ ഒരു ഉപകാരവുമില്ലാത്ത കളികളിൽ മുഴുകി സമയം പാഴാക്കേണ്ടതില്ല, പാഴാക്കാൻ പാടില്ല. മറിച്ച് ഓരോ നിമിഷവും അള്ളാഹുവിലേക്ക് അടുക്കുവാനും അവന്റെ പാപമോചനം നേടുവാനുമുള്ള സമയങ്ങളാണ്. അനസ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇഫ്ഖലുൽ ഖൈറ ദഹ്റകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്ഖലുൽ ഖൈറ ദഹ്റകും വതഅറദു ലിനഫഹാതി റഹ്മത്തില്ലാഹ്. ഈ സമയങ്ങളിൽ നിങ്ങൾ നന്മയിൽ പ്രവർത്തിക്കുക, നന്മയിൽ മുഴുകുക. നന്മ എന്ന് പറയുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏതൊരു പുണ്യവും, എത്രയെത്ര പുണ്യങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്, എത്രയെത്ര നന്മകളാണ് നമ്മൾ പാഴാക്കി കളയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇഫ്അലുൽ ഖൈറ ദഹ്റകും, ഈ സമയങ്ങളിൽ നിങ്ങൾ പുണ്യങ്ങളിൽ മുഴുകുക. വതഅറദു ലിനഫഹാതി റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യം ഇതാ വർഷിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് നിങ്ങൾ വിധേയരാവുക. ഫഇന്ന ലില്ലാഹി നഫഹാത്തിൻ റഹ്മത്തി, അള്ളാഹുവിന് ചില അനുഗ്രഹ വർഷമുണ്ട്. ആ അനുഗ്രഹ വർഷം യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് ലഭിക്കുക. അതുകൊണ്ട് ഈ സമയങ്ങൾ അത് ഓരോരുത്തരുടെയും അവരുടെ കുറവുകളും പ്രയാസങ്ങളൊക്കെ ഉള്ളതോടൊപ്പം തന്നെ നന്മയിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്ന് സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ സാധിച്ചോ? അതിനു മുമ്പുള്ള അല്പസമയം അള്ളാഹുവിന്റെ മുമ്പിൽ ഇസ്തിഗ്ഫാർ ചെയ്യാൻ സാധിച്ചോ? അതുപോലെ അത്താഴത്തിന് അള്ളാഹുവിന്റെ ബർക്കത്ത് കിട്ടുന്ന ആ സമയത്ത് അത്താഴം കഴിക്കാൻ സാധിച്ചോ? അല്പനേരം ഖുർആൻ പാരായണം ചെയ്യാൻ സാധിച്ചോ? അങ്ങനെ ഓരോന്നും പരിശോധിച്ച് നോക്കുക. അങ്ങനെ യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് ആ തൗഫീക്ക് ലഭിക്കുക. അതുകൊണ്ട് ആ സമയങ്ങൾ, ഓരോ ദിവസങ്ങളും വിലപ്പെട്ടതാണ്. എന്തെല്ലാം എനിക്ക് ചെയ്യാൻ സാധിച്ചു, എന്തെല്ലാം പ്രവർത്തിക്കാൻ സാധിച്ചു, അത് മനസ്സിനോട് ചോദിക്കുകയും മനസ്സിന് സമാധാനമടയാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ സന്തോഷവാനാണ്, അവന് സന്തോഷ വാർത്തയുണ്ട്. അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒന്നുകൂടെ എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യർ പല രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. അതിനുള്ള സാഹചര്യവും അതിൻ്റെ അവസരങ്ങളും അവർക്ക് അതിനെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് ആ സമയത്ത് അവർ വളരെ സൂക്ഷ്മമായി അത് കൈകാര്യം ചെയ്യുന്നു. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് റമളാൻ. അമാലു സ്വാലിഹാത്ത് കൊണ്ട് നറാ الناس في هذه الايام يتهافتون على استثمارات الدنيا من الاسهم والعقارات والمساهل والتجارات. അങ്ങനെ വലിയ വലിയ ബിസിനസ്സുകളിലൊക്കെ
ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകൾ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ അവസരമായിട്ടുള്ള റമദാനിനെ നഷ്ടപ്പെടുത്താതെ മരണത്തിൽ കലാശിക്കാത്ത സൗഭാഗ്യം നേടിയെടുക്കാനുള്ള സ്വർഗം അത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട സമയമാണ്. ഈ സമയത്തുള്ള ദിക്ർ, ഈ സമയത്തുള്ള ഖുർആൻ പാരായണം, ഈ സമയത്തുള്ള കുടുംബബന്ധം ചേർക്കൽ, അങ്ങനെ എന്തെല്ലാം നന്മകളായി അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവോ അതൊക്കെ നമ്മൾ മുഴുകേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തിജാറത്തല്ലൻ തബൂർ, ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടം, ഒരിക്കലും നഷ്ടപ്പെടാത്ത ലാഭം. ആ ലാഭത്തിലേക്ക് ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കേണ്ടവർ മത്സരിക്കേണ്ടത് അതിലാണ്. അതുകൊണ്ട് ആ നന്മയിൽ മുഴുകാൻ നമുക്ക് സാധിക്കണം. അയ്യുഹൽ മുസ്ലിമൂൻ ലഖദ് മളാ മിൻ റമളാനി സദ്റഹു ഫഖ്തരിബു ഫുർസതൻ തമുറു മർറ സഹാബ്. മേഘം നീങ്ങുന്നത് പോലെ ഇതാ റമളാൻ നമ്മിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ റമളാനിൽ നിന്ന് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. വദ്ഖുലുൽ ഖബ്ല അൻ യുഗ്ലഖൽ ബാബ്, വാതിൽ അടഞ്ഞു പോകുന്നതിന് മുമ്പ് വാതിലൂടെ പ്രവേശിക്കുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. വാബിറു ഔഖാതഹു മഹ്മാ അംകനകും വഅശ്കുറുല്ലാഹ അലാ മാ അഖറകും ഇലൈഹി വഅമക്കലകും. അല്ലാഹു നിങ്ങൾക്ക് ഈ ദിവസം വരെ ജീവിക്കാൻ അനുവാദം നൽകിയതിന് അള്ളാഹുവിന് നന്ദി ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹു തുറന്നിട്ടിട്ടുള്ള ആ വാതിൽ, അനുഗ്രഹ വർഷത്തിന്റെ വാതിൽ, സ്വർഗത്തിന്റെ വാതിൽ, അത് അടയുന്നതിന് മുമ്പ് അതിലേക്ക് പ്രവേശിക്കുക. വജ്തഹിദു ഫിത്തഅ ഖബ്ല ഇൻഖിലാഇഹി, അത് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് മറ്റ് ജോലികളിൽ ശുഗലായി പോകാതെ നന്മയിൽ മുഴുകാൻ നമുക്ക് സാധിക്കണം. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു, യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുകും, എൻ്റെ അടിയാറുകളെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉഹ്സിഹാ ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലിപ്തപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സുമ്മ ഉവാഫിയക്കും ഇയ്യാഹാ, സുമ്മ ഉവാഫിയക്കും, നിങ്ങൾക്ക് ഞാൻ പിന്നീട് അതിന് പൂർണ്ണമായ പ്രതിഫലം നൽകുന്നു. ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ്, തന്റെ ജീവിതം ഒന്ന് നോക്കുമ്പോൾ, കഴിഞ്ഞുപോയ ദിവസങ്ങൾ നോക്കുമ്പോൾ ആരെങ്കിലും ഖൈറാണ് കാണുന്നതെങ്കിൽ ധാരാളം നന്മയിൽ മുഴുകാൻ സാധിച്ചിട്ടുണ്ട്, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്, ദിക്റിൽ മുഴുകാൻ സാധിച്ചിട്ടുണ്ട്, രാവിലെ സുബഹി നമസ്കാര ശേഷം പള്ളിയിലിരുന്ന് ദിക്ർ ചെയ്ത് ശുറൂക്ക് നമസ്കാരം നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ആലോചിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധിക്കുന്നുവെങ്കിൽ ഫമൻ വജദ ഖൈറൻ, ആരെങ്കിലും നന്മ കാണുന്നതെങ്കിൽ ഫൽയഹ്മദില്ലാഹ്, അത് അല്ലാഹുവിന്റെ തൗഫീഖാണ്, അല്ലാഹുവിനെ സ്തുതിക്കുക. വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ, ആരെങ്കിലും അതല്ല കാണുന്നത്, ആ ദിവസങ്ങളിലും മറ്റുള്ള ദിവസങ്ങളെ പോലെ അശ്രദ്ധയിലും വിനോദത്തിലും മുഴുകുകയാണെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ, അവൻ സ്വന്തം തന്നെ ആക്ഷേപിക്കട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫദ്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, നിങ്ങൾ ഓർമ്മപ്പെടുത്തുക, ഓർമ്മപ്പെടുത്തൽ സത്യവിശ്വാസികൾക്ക് ഗുണം ചെയ്യും. ആ ഓർമ്മപ്പെടുത്തൽ എനിക്കും നിങ്ങൾക്കും ഗുണം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരുമാറാണ്, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ നന്മകൾ അതിൻ്റെ അപാകതകൾ പരിഹരിച്ചു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ റമദാനിൽ ധാരാളം പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുവാനും അത് നീ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ ചെയ്യുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണത്തിന്റെ വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആ മരണത്തിന്റെ സക്കറാത്തിൽ സ്വർഗത്തിലെ പദവി കണ്ടുകൊണ്ട് ഗ്യാരണ്ടിയോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ അവർ പല രൂപത്തിലും പ്രയാസപ്പെടുന്ന രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവർക്ക് രോഗം ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രാർത്ഥിക്കാൻ വേണ്ടിയ ധാരാളം ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആഗ്രഹങ്ങളെല്ലാം അവരുടെ മുറാദുകളെല്ലാം അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും മരിച്ച വിവരം അറിയിച്ചിട്ടുണ്ട്, 3 പുരുഷന്മാരും 1 സ്ത്രീയും മരിച്ച വിവരം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ, അവരുടെ നന്മകൾ സ്വീകരിക്കണേ റഹ്മാനെ, അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ.
ഞങ്ങളുടെ സഹോദരങ്ങൾ തുല്യതയില്ലാത്ത കഷ്ടപ്പാടിലും പ്രയാസത്തിലും ഫലസ്തീനിലും മറ്റ് ഭൂമിയുടെ പല പ്രദേശങ്ങളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار اللهم أدخلنا الجنة برحمتك يا أرحم الراحمين اللهم أدخلنا الجنة برحمتك يا أرحم الراحمين اللهم أدخلنا الجنة برحمتك يا أرحم الراحمين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين وأقم الصلاة.